സമസ്തയുടെ ഈ പതാക മഹാനായ മഹ്ദി ഇമാമിന്റെ കയ്യിലെത്താൻ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അന്ന് പൊട്ടിക്കരഞ്ഞ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് തന്നെയാണ് ഈ പതാകയുമായി പോകുന്നത് എന്നാണ് അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ വഴിയിൽ ജീവിച്ച് ലോകത്തോട് വിട പറഞ്ഞവരെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുതൽ നമുക്കെല്ലാവർക്കും കാണുവാനും ജീവിതം മനസ്സിലാക്കുവാനും സാധിച്ച ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അടക്കമുള്ള ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഇ.കെ. ഉസ്താദ് അടക്കമുള്ള നമ്മെ കണ്ണീരോടുകൂടെ നാം യാത്രയച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുവര്യർ ഷേഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ളവർ ജീവിത വിശുദ്ധിയുടെ പാഠങ്ങളായിരുന്നു. അവർക്ക് ഭൗതികമായ താല്പര്യമുണ്ടായിരുന്നില്ല. അവർക്ക് ഈ ലോകത്ത് പ്രശസ്തിയുടെയും ഔന്നത്യത്തിന്റെയും ഉന്നതമായ മേഖലകളിൽ വിരാജിക്കണം, ഈ പ്രസ്ഥാനം കൊണ്ട് അവരുടെ സാമ്പത്തികമായ ഭദ്രത നന്നാക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ മഹാന്മാരൊക്കെ ഒരു സദസ്സിലേക്ക് വരുമ്പോ ഏറ്റവും ലളിതമായി ഇരുന്ന് ഏറ്റവും നന്നായി സംസാരിച്ച് കണ്ണീരോടുകൂടെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് തഖ്വയിലും ഇബാദത്തിലുമായി കഴിഞ്ഞുകൂടിയിരുന്നു എന്നതാണ് ഈ നേതാക്കന്മാരുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകതയായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അവർ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി എന്നതുകൊണ്ട് സമസ്തയുടെ തീരുമാനങ്ങൾക്കോ സമസ്തയുടെ ഉജ്ജ്വലമായ പ്രഖ്യാപനങ്ങൾക്കോ യാതൊരു തിരുത്തും ഇക്കാലം വരെ ഉണ്ടാകേണ്ടി വന്നിട്ടില്ല.